മനുഷ്യചരിത്രത്തിന്റെ ഭൂരിഭാഗം കാലത്തും ദൂരെയുള്ള ലക്ഷ്യങ്ങളെ വീഴ്ത്താൻ അമ്പും വില്ലും മാത്രമായിരുന്നു ഏക വഴി. പക്ഷേ ഇതിന് നല്ല ശാരീരിക കരുത്തും കഠിനമായ പരിശീലനവും അത്യാവശ്യമായിരുന്നു. എന്നാൽ 9-ാം നൂറ്റാണ്ടിൽ ചൈനയിൽ വെച്ച് എല്ലാം മാറിമറിഞ്ഞു. അവിടുത്തെ ആൽക്കമിസ്റ്റുകൾ മരണമില്ലാത്ത അവസ്ഥ നൽകുന്ന ഒരു മരുന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് അവിചാരിതമായി വെടിമരുന്ന് അഥവാ ഗൺ പൗഡർ കണ്ടുപിടിച്ചത്. തുടക്കത്തിൽ ഇതുപയോഗിച്ച് നമ്മൾ ഇന്ന് കാണുന്ന തോക്കുകളല്ല അവർ നിർമ്മിച്ചത്, മറിച്ച് ഫയർ ലാൻസ് എന്നറിയപ്പെടുന്ന മുളങ്കുഴലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരുതരം കുന്തങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ഇവയിൽ നിന്ന് തീയും പുകയും ചെറിയ ലോഹ കഷ്ണങ്ങളും ശത്രുക്കൾക്ക് നേരെ ചീറ്റിത്തെറിക്കുമായിരുന്നു. ഇവയ്ക്ക് അത്ര കൃത്യതയോ റിലയബിലിറ്റിയോ ഇല്ലായിരുന്നുവെങ്കിലും പേശീബലത്തിന് പകരം സ്ഫോടനശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആയുധങ്ങളുടെ തുടക്കമായിരുന്നു അത്. ലോഹ സംസ്കരണം മെച്ചപ്പെട്ടതോടെ 13-ാം നൂറ്റാണ്ടിൽ ചൈനയിലും പിന്നീട് യൂറോപ്പിലും മുളയ്ക്ക് പകരം ലോഹം കൊണ്ടുള്ള ഹാൻഡ് കാനനുകൾ വന്നു. ഇവയ്ക്ക് വലിയ ശക്തിയുണ്ടായിരുന്നെങ്കിലും ലക്ഷ്യം വയ്ക്കാനും നിയന്ത്രിക്കാനും പ്രയാസമായിരുന്നു. ഈ പോരായ്മ പരിഹരിക്കാൻ 15-ാം നൂറ്റാണ്ടിൽ യൂറോപ്യസ് മാച്ച് ലോക്ക് വികസിപ്പിച്ചു. ഇതിലായിരുന്നു ആദ്യമായി ഒരു ട്രിഗർ സംവിധാനം വന്നത്. എങ്കിലും കത്തുന്ന ഒരു തിരി ഉപയോഗിച്ചിരുന്നതുകൊണ്ട് മഴയിലും കാറ്റിലും ഇതിന്റെ റിലയബിലിറ്റി വളരെ കുറവായിരുന്നു. പിന്നീട് 1600കളുടെ തുടക്കത്തിൽ ഫ്രഞ്ച് കരകൗശല വിദഗ്ധനായ മാരിൻ ലബോർഗിയോസ് ഫ്ലിന്റ് ലോക്ക് വികസിപ്പിച്ചു. ഇത് തോക്കുകളെ കൂടുതൽ എളുപ്പത്തിൽ കൊണ്ടുനടക്കാവുന്നതും കൂടുതൽ റിലയബിൾ ആക്കുകയും ചെയ്തു. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അലക്സാണ്ടർ ഫോർസെത്ത് പെർക്കഷൻ ക്യാപ്പ് അവതരിപ്പിച്ചു. കാലാവസ്ഥ എന്തുതന്നെയായാലും തോക്ക് ഉപയോഗിക്കാം എന്ന അവസ്ഥ വന്നതോടെ ഇതിന്റെ റിലയബിലിറ്റി വലിയ തോതിൽ വർദ്ധിച്ചു. എങ്കിലും അന്ന് തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നത് ഓരോ തവണയും കുഴലിലൂടെ ആയതുകൊണ്ട് വളരെ സാവധാനത്തിലായിരുന്നു. ഇതിനൊരു പരിഹാരമായാണ് മെറ്റൽ കാർട്രിഡ്ജുകൾ വന്നത്. ഇത് വളരെ വേഗത്തിൽ വെടിയുണ്ടകൾ നിറയ്ക്കാൻ സഹായിച്ചു. പിന്നീട് സാമുവൽ കോൾട്ടിനെ പോലെയുള്ളവർ റിവോൾവർ നിർമ്മിച്ചതോടെ നിർത്താതെ 6 റൗണ്ട് വരെ വെടിയുതിർക്കാൻ കഴിഞ്ഞു. തുടർന്ന് ജോൺ മോസസ് ബ്രൗണിങ്ങിന്റെ ഡിസൈനുകൾ ആധുനിക സെമി ഓട്ടോമാറ്റിക് തോക്കുകൾക്ക് വഴിയൊരുക്കി. ഈ ഓരോ കണ്ടുപിടുത്തവും വെറുമൊരു ആയുധം എന്നതിലുപരി മുൻപത്തെ ഡിസൈനിലെ പരിമിതികൾ മറികടക്കാനും റിലയബിലിറ്റി വർദ്ധിപ്പിക്കാനുമുള്ള മനുഷ്യന്റെ ശ്രമമായിരുന്നു. വില്ലിൽ നിന്ന് ബുള്ളറ്റുകളിലേക്കുള്ള ഈ മാറ്റം വേഗതയ്ക്കും കൃത്യതയ്ക്കും വേണ്ടിയുള്ള മനുഷ്യന്റെ നിരന്തരമായ പോരാട്ടത്തിന്റെ കഥയാണ്. നിങ്ങളുടെ കയ്യിലുള്ള തോക്ക് ഏത് കമ്പനിയുടേതാണെന്ന് കമന്റ് ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ഫോളോ ചെയ്യൂ.